ന ന ന കൃതണരകാം 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 ന ന ന. അപ്പോൾ മുരുകൻ ഒന്നും കൂടി നമ്മൾ വടക്കൻ സമ്പ്രദായം തെക്കൻ സമ്പ്രദായത്തിലുള്ള കൂട്ടുവഴികൾ ഒരു താരതമ്യം ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ ഒട്ടമച്ച കലാശങ്ങൾ അല്ലെങ്കിൽ അഷ്ടകലാശം ഇടക്കലാശം അങ്ങനെ ഏതെങ്കിലും ഒന്ന് വായ്ത്താരി പറയുകയോ പിന്നെ അല്ല കൊട്ടാൻ പറ്റില്ല എന്ത് ചെയ്യാൻ പറ്റുമോ? പിന്നെ എന്താ കുഴപ്പമില്ല. ഈ തെക്കനും വടക്കനും രണ്ട് തന്നെയായിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ ഈ കലാമണ്ഡലത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് രണ്ടും തെക്കനും വടക്കനും ആണെങ്കിൽ തന്നെ അതിന് അടിസ്ഥാനമായിട്ട് ചില പഠന ക്രമങ്ങൾ ഉണ്ടായി. ഇപ്പോൾ അന്ന് അങ്ങനെ പോലും ഇല്ല. അപ്പം പല വഴികളായിട്ടാണ് തെക്കൻ ചിട്ടകൾ വന്നുകൊണ്ടിരുന്നത്. വടക്കൻ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു മാറ്റവും ഇല്ല. കലാമണ്ഡലത്തിൽ നിന്ന് വരുന്ന ആൾക്കാരാവും, അല്ലെങ്കിൽ കോട്ടയ്ക്ക് നിന്ന് വരുന്ന ആൾക്കാരാവും. അപ്പോൾ കോട്ടയ്ക്കയിലും കലാമണ്ഡലത്തിൽ നിന്ന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്നുള്ളതല്ലാതെ ഈ അടിസ്ഥാനപരമായിട്ട് മാറ്റ് ഇതൊന്നുമില്ല. അപ്പം അവിടെ തന്നെ ഈ അഷ്ടകലാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ ആശാന്മാരുടെ സമ്പ്രദായത്തിലുള്ള അഷ്ടകലാശമാണ്. ഇപ്പം മാങ്കുളം തിരുമേനിയുടെ സമ്പ്രദായത്തിലുള്ള അഷ്ടകലാശമല്ല ചെങ്ങന്നൂരാശാൻ്റെ വഴി. അങ്ങനെ വേറെ വേറെ സമ്പ്രദായം ഉണ്ട്. ഇപ്പോൾ വടക്കോട്ടാണെങ്കിൽ വടക്കൻ സമ്പ്രദായത്തിലാണെങ്കിൽ ഒറ്റ അഷ്ടകലാശല്ലേ ഉള്ളൂ, ഒറ്റ അഷ്ടകലാശമേ ഉള്ളൂ. പിന്നെയുള്ളത് കുമാരനാരാശാൻ മറ്റേ 8 എടുത്തിട്ട് അതിനകത്ത് അദ്ദേഹം ഇത് പിന്നെ ഡാൻസിനും ക്ലാസ്സിനും ഒക്കെ പോയി അങ്ങനെ ഒരു സമ്പ്രദായത്തിൽ അദ്ദേഹം ശരിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെ വേറെ വേറെ അഷ്ടകലാശങ്ങളാ വേറെ അഷ്ടകലാശങ്ങൾ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമായിട്ടുള്ള കിടക്കുന്നതൊക്കെ ഒന്നും തന്നെ. പക്ഷേ ഇപ്പം അതിന് ചെറിയ ഉദാഹരണം പറയാം. മാങ്കുളം തിരുമേനിയുടെ സമ്പ്രദായത്തിന് നമ്മുടെ ആ കൂട്ടകലാശമോ അല്ലെങ്കിൽ വലിയ കലാശമോ ഒക്കെ പറയില്ലേ, അത് ആ പഞ്ചാരി ഒരു താളവട്ടേ ഉള്ളൂ, അളന്ത ഒരു താളവട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ആ ഇരട്ടിവട്ടം കഴിഞ്ഞ് ഈ അവർക്ക് പ്രത്യേകം വെച്ചൊരു കലാശമുണ്ട്. ഒരു 1-1-3-3-2-2-1 എന്ന് പറഞ്ഞൊരു കലാശമുണ്ട്. അതെടുക്കുന്നതിന് മുമ്പ് ഈ ഇരട്ടിവട്ടം കഴിഞ്ഞിട്ട് രാമപിള്ളേശാൻ്റെ അല്ലെങ്കിൽ ആ വഴി സമ്പ്രദായമാണെങ്കിൽ ഇരുത്തി മുറുക്കി എന്നുവെച്ചാൽ മുമ്പോട്ട് കയറ്റി ഇരട്ടി കഴിഞ്ഞിട്ട് മുമ്പോട്ട് ഇരുത്തി മുറുക്കി പുറകോട്ട് അവിടെ നിർത്തിയിട്ട് പിന്നെ 10 കുടഞ്ഞിട്ട് ആണ് ഈ എണ്ണം തുടങ്ങുക. ആ എണ്ണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭാഷയിൽ തൈ തത്തിൻ തത്താ കൃതിക്ക് തൈ തത്തിൻ തത്താ കൃതിക്ക് തൈ തത്തിൻ തത്താ കൃതിക്ക് തൈ താ കൃതിക്ക് തൈ തത്തിൻ തത്താ കൃതിക്ക് തൈ താ കൃതിക്ക് തൈ തത്തിൻ തത്താ കൃതിക്ക് തൈ താ കൃതിക്ക് തൈ താ കൃതിക്ക് തൈ തത്തിൻ തത്താ കൃതിക്ക് തൈ അങ്ങനെ ഏറ്റുചുരുക്കൽ ഒക്കെ ആയിട്ടാണ് ചമ്പേല്. അപ്പോൾ അതിനല്ല വ്യത്യാസം. ആ കലാശം ഇറങ്ങുന്ന വരെയുള്ള ഒരു 2-3 താളവട്ടങ്ങൾ ഇവർക്ക് കൂടുതലുണ്ട് ചെങ്ങന്നൂരാശാൻ്റെ വഴിക്ക്. മറ്റേ ഇരട്ടി വട്ടത്തിൻ്റെ പതിഞ്ഞത് കഴിഞ്ഞാൽ ഈ കലാശം എടുക്കും മാങ്കുളം ആശാൻ്റെ വഴി. അത് ഇഞ്ചക്കാട് രാമേന്ദ്രൻ്റെ ഒക്കെ അങ്ങനെയാണ്. ഇപ്പോഴും മാർഗിയിലും അങ്ങനെയാണോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. അപ്പോൾ മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഇരട്ടി വട്ടത്തിൻ്റെ ഇരട്ടി പതിവില്ല. ആ ഇരുത്തി മുറുക്കൽ പിന്നെ 10 കുടത്തിൽ ഇങ്ങനെയൊന്നും ആ സമ്പ്രദായത്തിലില്ല. ഇതൊക്കെ വ്യത്യസ്തമായിട്ടാണ് പള്ളിപ്പുറം ഗോപാലനാരാശാൻ. അദ്ദേഹം തെക്കനും വടക്കനും ഒക്കെ കൂടെ യോജിപ്പിച്ചിട്ടുള്ളൊരു സമ്പ്രദായത്തിലാണ്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ മുഴുവൻ അങ്ങനെയാണ്. അത് കാരണം അദ്ദേഹത്തിന് ഈ എന്താ പറയണ്ടേ, തെക്കനോ വടക്കനോ കിഴക്കനോ പടിഞ്ഞാറെന്നോ പറയാൻ മേലാത്ത ഒരു കലാകാരനായിരുന്നു പള്ളിപ്പുറം ഗോപാലനാരാശാൻ. അപ്പം ഇപ്പോൾ വടക്കൻ അഷ്ടകലാശവും തന്നെ കുമാരനാരാശാൻ്റെ അഷ്ടകലാശം ഇതുണ്ടെന്ന് പറഞ്ഞില്ലേ. വടക്കൻ അഷ്ടകലാശത്തിന് നമുക്ക് പഞ്ചാരിക്ക് 2 താളവട്ടം, അളന്ത 2 താളവട്ടം, ഇരട്ടിവട്ടം 2 താളവട്ടം. ഇത് ഇവിടെ ആർക്കും മാറ്റമില്ല. അത് കുമാരനാരാശാനും മാറ്റമില്ല. കുമാരനാരാശാൻ 8 എടുക്കുക എന്നുള്ളതേ ഉള്ളൂ.
പിന്നെ അവസാനം മറ്റേ ത്രികാലത്തിൽ എടുക്കുക, ഇത്രയൊക്കെ ഉള്ളൂ. പൊട്ടിയിട്ടുണ്ടോ അത്? ആ 8 എണ്ണത്തിന് അല്ല, മുടുക്കച്ചേട്ടൻ കുമാരനാശാൻ്റെ വേഷത്തിന് ഒരുപാട് കൊട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ അഷ്ടകലാശം മാത്രം കൊട്ടിയിട്ടില്ല. കാരണം ഞാനുള്ളപ്പം ആശാൻ എടുക്കാറില്ല. ഞാൻ പറയും, കാരണം ഞാൻ അത് മുഴുവൻ പഠിച്ചിട്ട് വേണ്ടേ. അത് പിന്നെ ഞാൻ പഠിച്ചു. നരിപ്പറ്റ ആയിട്ട് കുറേ കളിക്ക് കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും അത് പഠിച്ചു. അപ്പോൾ പിന്നെ ആ നരിപ്പറ്റയായിട്ട് ഞാൻ കൂടി വേറെ അവസാനത്തെ ആ ത്രികാലം വേറെ ചില സമ്പ്രദായത്തിനൊക്കെ ആക്കി എൻ്റെ സമ്പ്രദായത്തിൽ കൂടെ കുറേ ചേർത്ത് ഞാൻ ഈ കുസുമജയ്ക്ക് ഒരു ത്രികാലത്തിൽ കൊട്ടാറുണ്ട്. നമ്മൾ സ്വതേ ആദ്യത്തെ അടിക്ക് ഇറങ്ങിയിട്ട് താത്താക്കിടതകിത 1-ാം കാലം 2-ാം കാലം 3-ാം കാലം കൊട്ടുക. അതിൽ നിന്നൊരു മാറ്റം വരുത്തിയിട്ട് അഷ്ടകലാശത്തിൻ്റെ ആദ്യത്തെ കലാശം 1-ാം കാലം, രണ്ടാമത്തെ കലാശം 2-ാം കാലം, മൂന്നാമത്തെ കലാശം 3-ാം കാലം അവസാനിപ്പിക്കുക. അങ്ങനെ ഒരു സമ്പ്രദായത്തിലാക്കി. അത് ഞാൻ ഇതിൽ ചെയ്യാറുണ്ടായിരുന്നു. കുസുമജയ പാടുന്ന സമയത്ത് ആ കാലത്തിലാണല്ലോ അഷ്ടകലാശം ഏതാണ്ട് വരുന്നത്. അപ്പോൾ അതങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അഷ്ടകലാശം അതിനൊരു ചെറിയ കഥയും കൂടി ഉണ്ട്. മാങ്കുളം തിരുമേനി ഈ കൊല്ലത്തൊരു ശില്പശാല നടന്ന സമയത്ത്, അപ്പോൾ ഞാനും ഈ പറഞ്ഞ പോലെ കൊട്ടുകാരനായിട്ട് ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിന് പോയിരിക്കുകയാണ്. അപ്പം അഷ്ടകലാശം ആർക്കൊക്കെ അറിയാം. അപ്പോൾ അദ്ദേഹം കുറച്ച് തമാശ ഉള്ള കൂടുതലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അറിയാം, എന്താണെന്ന് പറയൂ, കേൾക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് തെക്കൻ വേണോ വടക്കൻ വേണോ? അത് തെക്കൻ മതി, വടക്കൻ അതൊന്നും. അപ്പോൾ ഞാൻ വടക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമപിള്ളാശാൻ്റെ വഴിയാണോ, അതോ മംഗളം തിരുമേനിയുടെ വഴിയാണോ, അതോ പള്ളിപ്രാശാൻ്റെ വഴിയാണോ? അന്നും കുമാരനാശാനെ പോലെ ഈ കുസൃതി ചോദ്യങ്ങൾ മിടുക്കൻ തന്നെയാണ് അന്നും, അല്ലേ? അത് അല്ല, അല്ല ഞാനിപ്പം അറിയാവുന്ന എൻ്റെ അഷ്ടകലാശം പഠിച്ചിട്ട് കുഞ്ഞമ്പളക്കിലാശാൻ അഷ്ടകലാശം എടുത്തുകൊണ്ടിരുന്നു. ആ അഷ്ടകലാശാണ് ആയാങ്കുടിയാശാൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അതെനിക്കിപ്പോഴും കാണാപ്പാടാണ്. അപ്പോൾ ഇവരൊക്കെ കാണിക്കുമ്പോൾ ഞാനത് കൊട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാ വേണ്ട, കുഞ്ഞപ്പണിക്കരാശാൻ്റെ കലാശാണോ ഏതാ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ഒന്നും വേണ്ട, അന്നത്തോടുകൂടി അഷ്ടകലാശം ഞാൻ പറയണ്ട, അവിടെ ആ ക്ലാസ് അവിടെ നിന്നു. കാരണം എനിക്കിത് ചോദിക്കാൻ പറ്റുമോ? ഞാനിപ്പം പഠിച്ചിരിക്കുന്ന അഷ്ടകലാശം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. പാൽനാരാശാൻ്റെ അഷ്ടകലാശം കൊണ്ട് പറഞ്ഞു ഇതുമല്ല. അപ്പോൾ അങ്ങനെ അതിലിപ്പോൾ ഏതാവേ അല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നത് ഏതാണ്. അപ്പോൾ മൺമറഞ്ഞു പോയ നമ്മളെ ഗുരുനാഥന്മാർ പൊതുവളാശന്മാരൊക്കെ ആയിട്ടുള്ള കൊട്ട് വഴികൾ, കൊട്ട് പരിചയം ഒക്കെ ഒന്നും കൂടി ഒന്ന് വിശദീകരിക്കുമ്പോൾ ചേട്ടാ. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ പൊതുവളാശാൻ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞില്ലേ, എല്ലാ കാര്യത്തിനും ഇല്ലത്ത് വരികയും എൻ്റെ ആയാങ്കുടിയാശാൻ പൊതുവളാശാൻ ഇവർ രണ്ടുപേരുമാണ് എന്നെ ഈ നിലയിലാക്കിയെന്നുള്ളതിന് കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ പൊതുവളാശാൻ്റെ കൂടെയുള്ള കൂടപ്പഴക്കം വേഷങ്ങൾക്ക് ധാരാളം ഡബിളായിട്ട് കൊട്ടിയിട്ടുണ്ട്. സിംഗിളായിട്ട് അദ്ദേഹം, ഞാൻ മുമ്പ് തിരുനക്കര കാര്യമൊക്കെ പറഞ്ഞില്ലേ, അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ കളിയാണ്. അതിനേക്കാൾ കൂടുതൽ എനിക്ക് കോട്ടയ്ക്ക് കുട്ടന്മാരാശാൻ, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ പൂവിട്ട് തൊഴുകയാണ് ഇപ്പോഴും. കാരണം വേറൊന്നുമല്ല, 62-ലോ 63-ലോ ഒക്കെയാണ്. അന്ന് ഞാൻ അത്യാവശ്യം മേളപ്പൊക്കെ കൊട്ടും എന്നുള്ളതല്ലാതെ. അപ്പോൾ തിരുനക്കര കഥകളി വെച്ച് കഴിഞ്ഞപ്പോൾ അന്ന് ചെങ്ങാരപ്പള്ളി നാരായണപ്പറ്റി എന്ന് പറഞ്ഞ് ഒരു അദ്ദേഹമാണ് ഈ അവിടുത്തെ സെക്രട്ടറി. അപ്പോൾ കുട്ടന്മാരാശാനെ കളിക്ക് വിളിച്ചു. ഞാൻ പറഞ്ഞല്ലോ 3-4 ചെണ്ടക്കാരൊന്നുമില്ല. അപ്പം കൂടെ കൊട്ടാനായിട്ട് കൃഷ്ണകുട്ടിയാശാനുണ്ട്, കൃഷ്ണകുട്ടിയേട്ടനുണ്ട്. മേളപ്പം കൊട്ടുന്നത് കുട്ടന്മാരാശാൻ്റെ കൂടെ ഞാൻ കൊട്ടണമെന്നാണ്. ഞാനപ്പോൾ തന്നെ കളി ഒഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല. കാരണം കുട്ടന്മാരാശാനെ പറ്റി എനിക്കറിയാം. കുട്ടന്മാരാശാൻ്റെ അടുത്ത് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ കൊട്ടും കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ അങ്ങോട്ടൊന്നും നമുക്ക് എത്തി നോക്കാൻ പോലും പറ്റാത്ത അവസരമാണ്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ, കുട്ടന്മാരാശാനെ രാവിലെ കളിക്ക് വന്നു കഴിഞ്ഞപ്പം, അപ്പോൾ
അവിടെ ഒരു SNV ഹോട്ടലുണ്ട്, അവിടെ കുട്ടന്മാരാശനെ താമസിപ്പിച്ചിരിക്കുക. ഉച്ചയായപ്പം സ്കൂളിൽ ആൾ വന്നേക്കുക. മിടുക്കൻ ഇപ്പം അങ്ങോട്ട് SNV ഹോട്ടലിലേക്ക് ചെല്ലണം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചങ്ങാരിപ്പിള്ള പറഞ്ഞു, അതേ നിങ്ങളുടെ മേളപ്പതാണ്. അപ്പോൾ ഞാൻ ആശാൻ്റെ അടുക്കൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു, ആശാൻ ഇങ്ങനെ കട്ടിലേക്ക് കിടക്കുക. ഞാൻ പറഞ്ഞു, ആശാനെ എന്നെ ഒഴിവാക്കണം, ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, ഇന്ന് മിടുക്കനാണ് എൻ്റെ കൂടെ കൊട്ടണേ. എന്നിട്ട് ചോദിച്ചു ഏതൊക്കെ എണ്ണങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നവോബയുടെ ഇങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന എണ്ണങ്ങളാണ്, ഇതൊക്കെ തന്നെയാണ് ഞാൻ കൊട്ടാൻ പോകുന്നത്. പിന്നെ ചലമല. അപ്പോൾ കൊട്ടാൻ വയ്യ, അങ്ങോട്ട് എത്തുന്നില്ല എന്നുള്ളതിൽ വന്നു കഴിഞ്ഞാലും കൊട്ടു നിർത്തരുത്. കൊട്ടണമെന്ന് ആൾക്കാർക്ക് തോന്നണം. ഞാൻ കൊട്ടിക്കോളാം, മിടുക്കം കൊട്ടു നിർത്തിയെന്ന് അവർക്ക് തോന്നരുത്. ശബ്ദം നമ്മൾ കാര്യമായിട്ട് ഉണ്ടാക്കാണ്ടേ ഓർമ്മ. അങ്ങനെ ഒരു വലിയ ഉപദേശം. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മേളപ്പദം കഴിഞ്ഞതോടുകൂടി ഞാൻ എത്രയാണ് ചെറുതായതെന്ന് എനിക്ക് എന്നാ തോന്നിയത്. പക്ഷേ മറ്റുള്ളവർക്ക് അങ്ങനെയല്ല തോന്നിയത്. കുട്ടന്മാരാശാൻ്റെ കൂടെ കൊട്ടാനുള്ള മഹാഭാഗ്യം ഉണ്ടായ ഒരു വലിയ ഇതായിട്ടാണ് ഇത്. അതുപോലെ തന്നെ മന്നാടിയാശനുമായിട്ട് കലാമണ്ഡലത്തിലെ ഇത് കഴിഞ്ഞ് വൈക്കത്തൊരു കളിക്ക് വന്നു, 12 കളഭത്തിൻ്റെ കളിക്ക്. മന്നാടിയാശാനുണ്ട്, കലാമണ്ഡലത്തിൽ നിന്ന് വേറൊരു ഇറങ്ങിയ ഒരു രവി എന്ന് പറഞ്ഞൊരു ആളുണ്ട്, ചേർത്തല തന്നെയുള്ളതാണ്. പിന്നെ ഞാനുമുണ്ട്. അപ്പോൾ അവിടെ ഡബിൾ മേളപ്പദം തീരുമാനിച്ചു. മേളപ്പദം തീരുമാനിച്ചപ്പോൾ രവി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് അതിൽ പോയി. പിന്നെ ഏത് കാലഘട്ടത്തിലാണ്? 73, 74 കൃത്യം 73, 74 സംശയമില്ല. അപ്പം കമ്മിറ്റിക്കാർ എൻ്റെ എടുക്കുമെന്ന് പറഞ്ഞു, തിരുമേനി മേളപ്പദം ഡബിൾ വേണം, മന്നാടിയാശൻ്റെ കൂടെ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല. അപ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെ മന്നാടിയാശൻ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, അതെ എന്നാൽ നമുക്ക് നമ്മൾ മേളപ്പദം കൊട്ടണേ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ മന്നാടിയാശൻ്റെ കൂടെ മേളപ്പദങ്ങൾ ധാരാളം കൊട്ടിയിട്ടുണ്ട് ഈ കലാമണ്ഡലത്തിൽ വരുന്നതിന് മുമ്പ്. അപ്പോൾ കലാമണ്ഡലത്തിൽ വന്നതിന് ശേഷം എനിക്ക് അന്നൊക്കെയാണ് ഇവരെ പോലെയുള്ള കലാകാരന്മാരുടെ അടുക്ക് ഞാൻ എത്ര ഒന്നുമില്ലാത്ത ആളാണ് എന്നൊക്കെ എനിക്ക് തോന്നി തുടങ്ങിയതെന്ന് പറയാം. അങ്ങനെയാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മന്നാടിയാശനുള്ള ആ രാത്രി ക്ലാസ്സിലൊക്കെ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പം ആ മന്നാടിയാശൻ്റെ കൂടെ ഞാൻ കൊട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്ന് കൊട്ടിയിരുന്ന എന്തും ആയിക്കോട്ടെ, പക്ഷേ ഇന്ന് അപ്പം പറഞ്ഞു മിടുക്കം കൊട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അന്ന് മേളപ്പദം ഉണ്ടായി. ആ മേളപ്പദത്തിന് ഒരു തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്ന് അറിയാൻ മേല. പുതോള മന്നാടിയാശൻ കൊട്ടിത്തരിക, എന്നെ കൊണ്ട് കൊട്ടിക്കുക, കൈ വന്നില്ലെങ്കിൽ കൈ വരുന്നവരെ കൊട്ടിക്കുക. അങ്ങനെ ഒരു സമ്പ്രദായത്തിൽ ഈ മേളപ്പദം അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ എരമ്പിയൊരു മേളപ്പദം. ആ കാണികളും ധാരാളമുണ്ട്. നമ്പീശൻകുട്ടിയാശനാണ് മെയിൻ മത്തളം, പിന്നെ ആരാണെന്ന് ഓർമ്മയില്ല. ആ മേളപ്പദം ആ 4 മുമ്പ് ആ നടുകിടുകിടി എന്നുള്ള എണ്ണയില്ലേ, അപ്പത്തോട്ടം കൊണ്ട് പുഷ്പവൃഷ്ടിയാണ്. മന്നാടിയാശനാണ്, എനിക്കല്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഭാഗം എനിക്കും കിട്ടിയില്ലേ, ഇത് മറക്കാൻ പറ്റുമോ? പിന്നെ അവസാന കാലത്ത് ചുണ്ടിക്കോൾ അവസാനം എന്ന് ഞാൻ പറയില്ല. ചുണ്ടിക്കോളാശൻ്റെ ഇതിന് എന്നെ വിളിച്ചിരുന്നു, അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. ഷഷ്ടിപൂർത്തിക്കൊക്കെ വിളിച്ചിരുന്നു, പോകാൻ പറ്റിയില്ല. ഷഷ്ടിപൂർത്തി സപ്തതിയോ എന്ന് സംശയം, പോകാൻ പറ്റിയില്ല. അങ്ങനെ ഇപ്പോൾ തൃശ്ശൂർ ക്ലബിൻ്റെ വാർഷികത്തിന് മന്നാടിയാശനെയും ചുണ്ടിക്കോളാശനെയും എന്നെയും കൂടിയാണ് കളിക്ക് വെച്ചിരുന്നത്. എന്തോ ഇതിൽ മന്നാടിയാശന് അസൗകര്യമായി. അപ്പോൾ ആപ്പാടെ ഇവരിങ്ങനെ വിളിച്ചതെന്നൊരു കളിയാണ്. ഗോപിയാശാൻ്റെ 3-ാം ദിവസം നെല്ലിയോടിൻ്റെ ജരാസന്ധൻ, രാവുകുട്ടിയാശാൻ്റെ ആണോ വാസു പിഷാരടിയാണോ ശിശുപാലൻ, അങ്ങനെ വലിയ കളിയാണ് വെച്ചേക്കെന്ന് പറയുക. അപ്പോൾ അവരിങ്ങനെ ആപ്പാടെ എന്താ വേണ്ടത്, ചുണ്ടിക്കോളാശൻ മാത്രമല്ലേ ഉള്ളൂ, പിന്നെ ഞാനല്ലേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കൊട്ടിനെ പറ്റി കൂടുതൽ ചുണ്ടിക്കോളാശനും ഈ പറഞ്ഞ പോലെ ഞാൻ അരങ്ങത്ത് എന്താ പ്രവർത്തിക്കുന്നതെന്നുള്ളൊരു സംശയം ഉണ്ടാകുന്നത് സാധാരണയാണല്ലോ. അരങ്ങത്ത് ഞങ്ങളങ്ങനെ പതിവില്ല. അപ്പം ചുണ്ടിക്കോളാശൻ ഇങ്ങനെ നടന്നു കഴിയുമ്പോഴത്തേക്കും ഒരു എന്താ അദ്ദേഹത്തിൻ്റെ പേര് മറന്നു, ആലുവയിലുള്ളതാണ്.
ഒരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട് കഥകളിയെ പറ്റി, താളത്തിനെ പറ്റിയൊക്കെ പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഞാനുമായിട്ടും ഇതിന് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. കൊട്ടിനെ പറ്റി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. എന്നെ വലിയ ഇഷ്ടമാണ്. അപ്പം അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോഴാണ് ചുണ്ടിപ്പോളാശാൻ ഇങ്ങനെ വിഷമിക്കുക. അപ്പോൾ ചോദിച്ചു എന്താ പറ്റിയ കമ്മിറ്റിക്കാരോട് ചോദിച്ചു. അപ്പം പറഞ്ഞു മന്നാടി വരണ്ടെന്ന് പറഞ്ഞു. മന്നാടി വരില്ല. പിന്നെ ചുണ്ടിപ്പോളാശാനോട് പിന്നെ ആരാണുള്ളത്? അപ്പോൾ പറഞ്ഞു മറ്റേ കോട്ടയത്ത് നിന്ന് കുറൂരെ തിരുമേനി വന്നിട്ടുണ്ട്. ഉണ്ടോ? എന്നാൽ വേറെ ആരെയും വിളിക്കണ്ട. അപ്പോൾ അവർ വേറെ കലാമണ്ഡലത്തിൽ പോയി ആരെങ്കിലും വിളിക്കണോ? അന്ന് അവധി വന്നിട്ടാണ്. അപ്പോൾ കലാമണ്ഡലത്തിൽ ആരുമില്ല, അവരൊക്കെ വീട്ടിൽ പോയിരിക്കുകയാണ്. ആരെയും വിളിക്കണ്ട. ചുണ്ടിപ്പോളാശാനോട് പറഞ്ഞു. അങ്ങനെ വിളിച്ച് ആകുന്നവരെ ചുണ്ടിപ്പോളാശാനും ഞാനും ഗോപിയാശാൻ്റെ വേഷത്തിനൊക്കെ ചുണ്ടിപ്പോളാശൻ പോവും. ജരാസന്ധന് ഡബിള് പോയി, ശിശുപാലന് ഡബിള് പോയി. അങ്ങനെ അതും ഒരു വലിയ അനുഭവമാണെന്ന് പറയുകയായിരുന്നു. എന്താ പറഞ്ഞാൽ ഒന്നുകൂടി അപ്പോൾ ഈ പഴയ കാലത്തെ വ്യത്യസ്തമായിട്ടുള്ള ആചാര്യന്മാരുടെ കൂടെ കൊട്ടിയിട്ടുള്ള അനുഭവങ്ങൾ, പരിചയങ്ങൾ, അതൊന്നും കൂടി ഒന്ന് വിശദീകരിക്കുമോ? തീർച്ചയായിട്ടും. എൻ്റെ കളിക്കൊട്ട് തുടങ്ങുന്നത് തന്നെ കലാമണ്ഡലം കൃഷ്ണനാരായണൻ്റെ വേഷത്തിന് കൊട്ടിക്കൊണ്ടാണ്. അതിനു മുമ്പ് കളിക്ക് അരങ്ങത്ത് കൊട്ടിയിട്ടില്ല. കൃഷ്ണനാരായണൻ്റെ വേഷത്തിനാണ് ആദ്യമായിട്ട് കൊട്ടുന്നത്. അതൊരു കലാമണ്ഡലം കേശവേട്ടൻ്റെ ഒരു രഘുവിജയം എന്ന് പറഞ്ഞൊരു കഥ. അപ്പോൾ അതിൽ അന്ന് ഹൈദരാലിയാണോ വേറെ ആരാണ് പാടാനായിട്ട് ഒരു പാട്ടുകാരൻ വന്നില്ല. അപ്പോൾ കേശവേട്ടനും ആയാങ്കുടി കേശവനാണ് കളിക്ക് എന്നുള്ളത്. അപ്പോൾ ഈ കഥ കേശവട്ടം കൊട്ടിക്കൊള്ളുമല്ലോ എന്ന് വിചാരിച്ചത് ആയാങ്കുടി കേശവൻ വേറൊരു കളിയേറ്റ് രാത്രി 2 മണിക്കേ വരുള്ളൂ. അപ്പോൾ ഒരു പാട്ടുകാരൻ വരാതെ ഇരുന്ന് കഴിയും. കൃഷ്ണനാരായണൻ്റെ ദിലീപൻ, വൈക്കം കരുണാകരനാശാൻ്റെ രഘു, അങ്ങനെയൊക്കെയാണ് കഥയെ. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ ആരുമില്ല. അവിടെ കളി കാണാൻ ചെയ്തിരിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം കേശവട്ടന് പാടാൻ നിൽക്കുകയും വേണം. അപ്പോൾ എന്നോട് ചോദിച്ചു കൊട്ടാ. ഞാൻ പറഞ്ഞു പറ്റില്ല. കലാശക്കൊട്ട അറിയരുത്. ഞാൻ പറഞ്ഞു കലാശക്കൊട്ട. അത് ചെമ്പടയിലും ത്രിപുടയിലോ ചെമ്പയിലോ എന്തായാലും കലാശക്കൊട്ട. അത് ഞങ്ങളുടെ കളരിയിൽ ആശാൻ്റെ കൂടെ ഇങ്ങനെ ധാരാളം ഉണ്ട്. അങ്ങനെ അവിടെ കയറി നിന്നു. എന്തൊക്കെയോ ഞാൻ കൊട്ടി. അതിന് കലാശക്കൊട്ടിയൊന്നും പിഴച്ചില്ല. മുദ്രയ്ക്കൊന്നും കൂടിയില്ല. മുദ്രയ്ക്ക് കൂടുമ്പോൾ എന്തെങ്കിലും ചില ശബ്ദങ്ങൾ കേൾപ്പിക്കുക എന്നുള്ളതല്ല ഒന്നും ഉണ്ടായില്ല. ഇളകിയാട്ടായപ്പോഴേക്കും കേശവട്ടൻ വന്ന് ചെണ്ട മേടിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഇവിടെ നിൽപ്പുണ്ട്. ഈ കേശവട്ടൻ കൊട്ടുന്നത് കണ്ടോട്ട് ഇവിടെ നിൽക്കുക. എന്നിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞാൽ എൻ്റെ തോളം 2 തട്ട് കെട്ടി. അപ്പോൾ തിരിച്ചിലെ പിടിക്കണേ ഉള്ളൂ. ഈ ആൾക്കാരൊക്കെ കണ്ടോണ്ടിരിക്കുക. അദ്ദേഹം എന്നെ കളിയാക്കുകയല്ല ചെയ്തേ, അല്ലെങ്കിൽ ചീത്ത പറയുകയല്ല ചെയ്തേ. ആ മനുഷ്യന് മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ വലുതാക്കുക ചെയ്തേ. അല്ലേ? ഒന്ന് ആലോചിച്ചു. തീർച്ചയായിട്ടും. അദ്ദേഹം ഇങ്ങോട്ട് വന്ന് എൻ്റെ പുറത്ത് തോളം തട്ടി കഴിഞ്ഞാൽ എടാ നന്നായി, അല്ലെങ്കിൽ എടാ ഗുരുത്തം കെട്ടുവാൻ എന്നായിരിക്കാം. എന്നാൽ അങ്ങനെയല്ല ഞാൻ ധരിച്ചത്. ഏതായാലും അങ്ങനെ ഒരു ഇതാണ് ഉണ്ടായത്. പിന്നെ കൃഷ്ണനാരായണൻ്റെ 2ാം ദിവസവും 3ാം ദിവസവും 4ാം ദിവസവും 1ാം ദിവസവും ഇഷ്ടംപോലെ കൊട്ടാനുള്ള അവസരം ഉണ്ടായി. മാങ്കുളം തിരുമേനിയുടെ വേഷങ്ങൾ അദ്ദേഹത്തിന് ഈ ഇന്നും മറ്റേ നാളെ കൃഷ്ണനാരായണനും അതെ ഇന്നും നാളെയൊക്കെ കാണിക്കുന്നതിന് ഒരുപാട് മാറ്റങ്ങൾ. 2 പേരുടെയും കൂടെ കൂട്ടുവേഷങ്ങളാണെങ്കിൽ ഇന്ന് കാണിക്കുന്ന ആട്ടാവില്ല നാളെ ഉണ്ടാവുക. അതങ്ങോട്ടും ഇങ്ങോട്ടും മാറി. കൂടുതൽ ശ്രദ്ധിക്കേണ്ട വേഷക്കാരെ ഇപ്പോൾ നമ്മളിപ്പോൾ ഗോപിയാശാൻ്റെ വേഷത്തിന് കുട്ടിയാണെന്നുണ്ടെങ്കിൽ, ആട്ടത്തിനൊക്കെ കുട്ടിയാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നിൽക്കേണ്ടി വരും. ഈ പറഞ്ഞത് അതുപോലെ തന്നെ പ്രധാനമാണ് ഇതും. കാരണം ഇവരിൽ നിന്ന് എന്തൊരു ആട്ടങ്ങളുണ്ടാകുമ്പം അതിന് നമ്മൾ ചെണ്ടകളിൽ ശബ്ദം കേൾപ്പിക്കുക, അല്ലെ മദ്ദളത്തിൽ ശബ്ദം കേൾപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവർ കാണിക്കുന്നതിന് അനുഭവം കൊടുക്കല്ലേ. അപ്പം ഇതിനും നല്ലോണം ശ്രദ്ധിച്ച് നിൽക്കണ്ടേ വേണ്ടേ? മാങ്കുളാണോ കൃഷ്ണനാരായണാണോ വള്ളിപ്പുറാണോ ഇതൊന്നും അല്ലല്ലോ വിഷയം. ഇപ്പോൾ ഗോപിയാശാൻ്റെ വേഷത്തിന് നമ്മൾ നിൽക്കുമ്പോൾ സംശയമൊന്നുമില്ല. 101% കണ്ണും കയ്യും മനസ്സും എല്ലാം ഒരുപോലെ ശ്രദ്ധിച്ച് നിൽക്കട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആരുടെ വേഷത്തിൽ കൊണ്ടുമ്പോൾ അരങ്ങത്ത് വന്ന് നിന്ന് കഴിഞ്ഞാൽ
ഞാൻ അവർക്ക് വേണ്ടിയിട്ട് 100% കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തയ്യാറായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഒരിക്കലും എൻ്റെ ശ്രദ്ധ മാറാൻ ഞാൻ അനുവദിക്കാറില്ല. ആരെങ്കിലും അന്നേരം കാണികളോ ആസ്വാദകരോ പോലും എന്നെ ശല്യപ്പെടുത്താൻ എനിക്കിഷ്ടമല്ല. ഞാൻ ഒരിക്കലും ഇപ്പോൾ ഗോപിയാശാൻ്റെ ഒക്കെ വേഷത്തിന് കൊട്ടാനുള്ള മറ്റേ ഞാൻ പറഞ്ഞല്ലോ, ഗോപിയാശാൻ്റെ രൗദ്രവ്യൂഹനും പരശുരാമനും ഒക്കെ കലാമണ്ഡലത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കൊട്ടി ശീലിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കും ഇപ്പോഴും ഗോപിയാശാൻ്റെ വേഷത്തിന് ഇടയ്ക്കൊക്കെ കൊട്ടാനുള്ള അവസരം കിട്ടാറുണ്ട്. അപ്പം കഥകളിക്ക് കൊട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് കുട്ടിയായാലും എത്ര വലിയ ആശാന്മാരായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുമ്പ് നിൽക്കുന്നത് കഥകളി വേഷമാണ്, അത് കഥാപാത്രങ്ങളാണ്. അതിനു വേണ്ടി എന്നെക്കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഞാൻ ചെയ്യും. അതുപോലെ തന്നെ കൂടെയുള്ള മേളക്കാരോടും പാട്ടുകാരോടും എല്ലാവരോടും. ഇതാണ് എൻ്റെ കഥകളി എന്താ പറയണ്ടേ, സഹകരണത്തിൻ്റെ. ഇപ്പോൾ കഥകളിക്ക് ഒരു ചെണ്ടക്കാരൻ എന്നുള്ള നിലയ്ക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം അതായിട്ടാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. അപ്പം ഏതിനാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഏതിനാണ് ശ്രദ്ധിക്കേണ്ടാത്തത് എന്നാണ് എനിക്ക് ഒരു മറുചോദ്യം ചോദിക്കാനുള്ളത്. നമുക്കങ്ങനെ ഒരു ശ്രദ്ധിക്കേണ്ടാത്ത ഒരു കാര്യമില്ല. അതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്.